അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മരണപ്പെട്ട വ്യക്തിയെ, അത് ആരാണെങ്കിലും, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കാഫിറാണെങ്കിലും മുസ്ലിമാണെങ്കിലും, ആ മരണപ്പെട്ട വ്യക്തിയെ പിന്നീട് മയ്യത്ത് എന്ന് പറയാം. ആ മയ്യത്തിനെ ബഹുമാനിക്കണം, ആ മയ്യത്തിനെ ആദരിക്കണം, ആ മയ്യത്തിനെ പരിഗണിക്കണം, ആ മയ്യത്തിനെ പരിചരിക്കണം. രണ്ട് സ്വഹാബാക്കൾ, മഹാനായ സഹൽ ഇബ്നു ഹുനൈഫ് വ ഖൈസ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുമ ഖാഇദാനി ബിൽ ഖാദിസിയ്യ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ഒരിടത്തിങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് ഫമറു അലൈഹിമാ ബി ജനാസ, അവരുടെ മുന്നിലൂടെ ഒരു ജനാസ, ഒരു മയ്യത്ത് പോവുകയാണ്. ഫഖാമ, ആ സമയത്ത് രണ്ട് സ്വഹാബാക്കളും എഴുന്നേറ്റ് നിന്നു. ആ മയ്യത്തിനെ ആദരിച്ചു, ബഹുമാനിച്ചു, പരിഗണിച്ചു. ഫഖീല ലഹുമാ, അവരോട് ചോദിക്കപ്പെട്ടു, ഇന്നഹാ മിൻ അഹ്ലിൽ അർള് ഐ മിൻ അഹ്ലി ദിമ്മ, ആ മയ്യത്ത് അവിശ്വാസിയായ ഒരു മയ്യത്താണ്. ആ സമയത്ത് ഫഖാല, രണ്ടുപേരും പറഞ്ഞു, ഇന്നൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അനുഭവം, മർറത്ത് ബിഹി ജനാസ, ഒരിക്കൽ നബിയുടെ ചാരത്തിലൂടെ ഒരു ജനാസ പോവുകയുണ്ടായി. ഫഖാമ, അപ്പോൾ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റ് നിന്നു. ഫഖീല ലഹു, നബിയോട് പറയപ്പെട്ടു, ഇന്നഹാ ജനാസത്തുൻ യഹൂദി, അത് യഹൂദിയുടെ ജനാസയാണ് റസൂലേ, താങ്കൾ എന്തിനാണ് ആ മയ്യത്തിനെ ആദരിച്ചത്, ബഹുമാനിച്ചത്, പരിഗണിച്ചത്? ആ സമയത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അത്രേ, അലൈസത്ത് നഫ്സൻ, അതൊരു മനുഷ്യനല്ലേ എന്ന്. അതാണ് ഞങ്ങളുടെ മാതൃക എന്ന് പറഞ്ഞുകൊണ്ട് സഹൽ ഇബ്നു ഹുനൈഫും ഖൈസ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുമാ ജനങ്ങളെ പഠിപ്പിച്ചു. ഏതൊരു മയ്യത്താണെങ്കിലും ആ മയ്യത്തിനെ ആദരിക്കണം എന്നതാണ് പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃക എന്ന് പഠിപ്പിച്ചു. അപ്പം മയ്യത്ത് ഏത് തന്നെയാണെങ്കിലും, കാഫിറാണെങ്കിലും മുസ്ലിമാണെങ്കിലും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിനെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ ഒരു പോളിസിയാണ്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃകയാണ്. രണ്ടാമത്തത് മയ്യത്തിനെ പരിചരിക്കുക എന്നുള്ളതാണ്. ആ പരിചരിക്കുക, ഫദ്ലു ഇത്ബാഉൽ ജനാസത്തി ഫിൽ അഹാദീസ് നബവിയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ ഈ മയ്യത്ത് പരിചരണവുമായി ധാരാളം കാര്യങ്ങൾ കാണാൻ സാധിക്കും. യഖൂലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, മൻ തബിഅ ജനാസതൻ, ഒരാൾ ജനാസയെ പിൻപറ്റിയാൽ, പരിചരിച്ചാൽ, ഏതുവരെ? ഹത്താ യുസല്ലിയ അലൈഹാ, മയ്യത്ത് നിസ്കരിച്ചു ഒരാൾ, എന്നാൽ ഫലഹു ഖിറാത്ത്, അവന് ഒരു ഖിറാത്ത് പ്രതിഫലമുണ്ട്. മയ്യത്ത് ഒരാൾ നിസ്കരിച്ചാൽ ഒരു ഖിറാത്ത് പ്രതിഫലം. വമൻ തബിഅഹാ ഹത്താ തുദ്ഫൻ, അങ്ങനെ ആ മയ്യത്ത് നിസ്കാര ശേഷം ആ മയ്യത്തിന്റെ കൂടെ പോവുകയും മറവ് ചെയ്യുന്നതുവരെ അവിടെ സന്നിഹിതനാവുകയും ചെയ്താൽ ഫലഹു ഖിറാത്വാനി, അവന് രണ്ട് പ്രതിഫലമുണ്ട്. ഖിറാത്ത് എന്ന് പറഞ്ഞാൽ മിൻ അജ്ർ, അത് പ്രതിഫലം എന്നാണ് ഉദ്ദേശം. വഖിറാത്തുൻ മിൻ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ട് എന്നാണ് അർത്ഥം. റവാഹുൽ ബുഖാരി വ മുസ്ലിം, മുസ്ലിമിനും ബുഖാരിയിലും ഹദീസ് കാണാൻ സാധിക്കും. അൽ ഖിറാത്തു ഹുന, ഇവിടെ ഖിറാത്ത് കൊണ്ട് ഉദ്ദേശം യുശീറു ഇലാ അജ്രിൻ അലീം, വളരെ വലിയ പ്രതിഫലം അവന് കൊടുക്കും എന്നതാണ്. വഖദ് ഫസ്സറൽ ഉലമാഉ, പണ്ഡിതന്മാർ ഈ ഖിറാത്തിന് വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത്, അൽ ഖിറാത്തു, ഖിറാത്ത് എന്ന് പറഞ്ഞാൽ ബിഅന്നഹു മസലു ജബലി ഉഹദ്, ഒരു ഉഹദ് പർവ്വതത്തിന് സമാനമായ പ്രതിഫലമാണ് എന്നാണ്.
അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഹദീസിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ മയ്യത്തിനെ പരിചരിക്കുക, പരിഗണിക്കുക, ബഹുമാനിക്കുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിയുടെ കടമയാണ്, ബാധ്യതയാണ്. ഈ കടമകളൊക്കെ, ഈ ബാധ്യതകളൊക്കെ നിർവഹിച്ച് മുന്നോട്ട് പോകാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله وبركاته.